മെക്കാനിക് ടോക്ക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടുന്ന് പറയാൻ പോകുന്നത് FICD എന്നൊരു യൂണിറ്റാണ്. ഇതാണ് ആ യൂണിറ്റ്. ഇത് DDI വാഹനങ്ങൾക്ക് TCDI വാഹനങ്ങൾക്കൊക്കെ ഉള്ള ഒരു സംഭവമാണിത്. ഈ ഐഡിൽ കൺട്രോൾ ചെയ്യുന്നതാണ്, ഫാസ്റ്റ് ഐഡിൽ കൺട്രോൾ യൂണിറ്റ് എന്നാണ് ഇതിന് പറയാം. അപ്പോൾ ഇതിന് ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ ഇത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫിൽറ്റർ കാണാം. അതുപോലെ ഒരു ഇതൊരു ഫിൽറ്ററാണ് ഇവിടെ. ഈ ബോക്സ് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു 10-30,000 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ ഇതിന് മുകളിൽ മുഴുവൻ മണ്ണ് വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും. ഇതിങ്ങനെ സക്ക് ചെയ്യുന്നതാണ്. ഇതൊരു ഇൻപുട്ടും ഇത് ഔട്ട്പുട്ടും. അങ്ങനെ ഔട്ട്പുട്ടും ഇൻപുട്ടൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണിത്. അതിങ്ങനെ സക്ക് ചെയ്യുമ്പോൾ ഇതിനെ ECUവിൻ്റെ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് സിഗ്നൽ വരുമ്പോഴാണ് ഇതിനെ ഈ വാൾവിനെ ഇവിടെ റിലീസ് ചെയ്തിട്ടാണ് ഈ ടർബോൻ്റെ കൺട്രോളിങ് വരുന്നത്. അപ്പോൾ ഈ ടർബോ കൺട്രോൾ ചെയ്യുന്നതിന് ഏറ്റവും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ FICDയുടെ ഈ യൂണിറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൽ ഈ ഡസ്റ്റ് അക്യുമുലേഷൻ വരുമ്പോൾ ഇത് ബ്ലോക്കായി കഴിഞ്ഞാൽ ഇത് പ്രവർത്തിക്കില്ല. അപ്പോൾ നമ്മളൊരു 30,000 കിലോമീറ്റർ ഓടുമ്പോൾ ഈ ക്യാപ്പ് അഴിച്ചെടുത്ത്, ഇതുണ്ട് 2 ക്ലിപ്പ് അതിനകത്ത് വരുന്നത്, അഴിച്ചെടുത്ത ശേഷം നമ്മൾ ഇത് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഇതേ ക്യാപ്പ് തന്നെ അതിനകത്ത് ഇടുക. ഇതിലിവിടെ വരുന്ന ഒരു യൂണിറ്റാണ്, കാണിച്ചു തരാം. കേട്ടോ, ഈ യൂണിറ്റ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ക്ലിയർ ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് ഇത് മൈലേജിനെ വർക്ക് ചെയ്യും. പിന്നെ AC ഓൺ ചെയ്യുമ്പോൾ ആ ACക്ക് കൂടുതൽ കരുത്ത്, അതായത് നമ്മൾ എൻജിൻ ഡൗൺ ആവാതെ ഒരു ഐഡിൽ സ്പീഡ് കൂട്ടി കൊടുക്കുന്ന ഒരു യൂണിറ്റും കൂടിയാണിത്. അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. എൻജിൻ ഐഡിൽ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതും പിന്നെ അതേപോലെ തന്നെ ACയുടെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഈ യൂണിറ്റാണ്. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് ഇരിക്കേണ്ട അത്യാവശ്യമാണ് ഈ സംഭവം. പിന്നെ ടർബോനെ വർക്ക് ചെയ്യിക്കുന്നത് ഇതിൽ നിന്ന് വരുന്ന ഈ പൈപ്പാണ് ഇതിനെ ടർബോൻ്റെ ഈ വേസ്റ്റ് ഗേറ്റ് തുറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഫിൽറ്റർ നിർബന്ധമായിട്ട് നമ്മളിത് ക്ലീൻ ചെയ്യണം. ഇതിനോട് ഭയങ്കര മഡ് അക്യുമുലേഷൻ എന്തായാലും ഇതിലുണ്ടാവും. കാരണം ഇത് വലിക്കുന്ന സാധനമാണല്ലോ, ഇതിലൂടെയാണ് ഇത് വലിക്കുക. അപ്പോൾ ഇതിനിവിടെ ഒരു വലിക്കുമ്പോൾ ഒരു ഫിൽറ്റർ ആണ് അതിന് ഒരു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. DDIS വാഹനങ്ങൾക്കും TCDI വാഹനങ്ങൾക്കൊക്കെ ഈ VDI വാഹനങ്ങൾക്കൊക്കെ ഈ സംഭവം ഉണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ക്ലീൻ ചെയ്യുക കേട്ടോ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫോമൻസായ വാഹനത്തിന് കിട്ടുക. അപ്പോൾ മെക്കാനിക് ടോക്സിൻ്റെ ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.